അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൂട്ടും കൂടി ഇങ്ങനെ കാണിച്ചത്. ഹായ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിന്റെ 7th ഡേ, അതായത് ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ലാസ്റ്റ് ഡേ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണ്ടേ? അതെ, നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മാജിക്കൽ സ്കിൻ വൈറ്റനിങ് ഫേഷ്യലാണ്. അപ്പോൾ നമ്മുടെ ഫേഷ്യലിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 6 ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഫേഷ്യലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാനായിട്ട് ഞാനൊരു ഷോൾ ഉപയോഗിച്ച് ഡ്രസ്സൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേഷ്യലിന് 3 സ്റ്റെപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അലോവേര ഓയിലാണ്. നമ്മുടെ അലോവേര ഓയിലിന്റെ യൂസും ബെനിഫിറ്റ്സും ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അലോവേര ഓയിൽ ഇല്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അലോവേര ഓയിലുള്ള കോട്ടൺ ബോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം നോർമൽ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വൈപ്പ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. സെക്കൻഡ് സ്റ്റെപ്പായ സ്ക്രബിങ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫേസ് സ്ക്രബ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ടൊമാറ്റോ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ടൊമാറ്റോ ജ്യൂസും നമ്മുടെ അരിപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു കട്ട കെട്ടിയ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറി ഒരു പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1-2 സ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നതിൽ നിന്ന് എളുപ്പം നമ്മളൊരു വാഷ് ബേസിനിലോ ബാത്റൂമിലോ വെച്ചിട്ട് ഇത് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിത് 2 കൈയും ഉപയോഗിച്ച് നന്നായിട്ട് ഒരു സർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം.
ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ ആ സ്ക്രബ് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് വാഷ് ചെയ്ത് കളഞ്ഞാലും അല്പം ഒരു ഓയിൽനെസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് അലോവേര ഫേഷ്യൽ ഓയിലാണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എണ്ണമയം ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഒരു തോർത്തോ ടവലോ ഉപയോഗിച്ചിട്ട് ആ വെള്ളം മാത്രം ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്ത് മാറ്റിയിട്ട് അങ്ങനെ തന്നെ ആ എണ്ണമയം സ്കിന്നിൽ അങ്ങ് നിർത്തുക. അതിന് പുറത്താണ് നമ്മൾ അടുത്ത് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മാജിക്കൽ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടത് മൺചട്ടിയുടെ വേരാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് മൺചട്ടി, മഞ്ചിഷ്ട എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിത് പൊടിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. എൻ്റെ കയ്യിലുള്ള പൊടി തീരാറായതുകൊണ്ട് ഞാൻ ഇനി പൊടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൂട്ടും കൂടി ഇങ്ങനെ കാണിച്ചത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 സ്പൂൺ മഞ്ചിഷ്ട പൗഡർ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാജിക്കൽ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മൺചട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയത്. മൺചട്ടിയുടെ യൂസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തശുദ്ധിക്കും ലിംഫാറ്റിക് സിസ്റ്റത്തിനും ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ആയുർവേദ മരുന്നാണ് നമ്മുടെ മൺചട്ടി അല്ലെങ്കിൽ മഞ്ചിഷ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ത്വക്ക് രോഗങ്ങളൊക്കെ മാറ്റാനും നല്ല നിറം കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു മരുന്നും കൂടിയാണ് നമ്മുടെ മഞ്ചിഷ്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള മൺചട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കിയത്. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടും കരുവാളിപ്പും എല്ലാം മാറി നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യുന്നതിനും നല്ല നിറം വെക്കുന്നതിനും ഒക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ എൻ്റെ സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ അതിൽ മുകളിൽ തന്നെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.